അല്ല അമ്മേനോടല്ലേ ഈ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞത്? കുഞ്ഞിന്റെ ഗ്ലാസ് അല്ലേ, അതിൽ വെള്ളം ഞാനിത് അടുക്കള ചെന്ന് നോക്കുമ്പോ വേറൊറ്റ ഗ്ലാസും കണ്ടിക്കില്ലേനു, അതുകൊണ്ടാണ് ഇതെടുത്തേ. നിങ്ങൾക്ക് ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് തന്നിട്ടില്ലേ, അതെവിടെ പോയി കൊണ്ടുവച്ചേക്കുവാ? ഇത് കുഞ്ഞിന്റെ ഗ്ലാസ് അല്ലേ? മൂക്ക് പിടിച്ച കയ്യും കണ്ണു അടച്ച കയ്യും അവിടെ ഇവിടെ എല്ലാം ചോറിന്റെ കൈ കൊണ്ട് ഇത് പിടിക്കും, എന്നിട്ട് കഴുകുകയില്ല, ഒന്നുമില്ല. സോപ്പിട്ട് കഴുകുക ഒന്നും ചെയ്യൂല. ഇത് നല്ലോണം സോപ്പിട്ട് ചൂടുവെള്ളത്തിൽ കൈ അടവെക്കും. പറഞ്ഞാ കേൾക്കൂല, അതിലാ വെള്ളം ഇറങ്ങും. ചുമക്കുന്നുണ്ട്. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചുമക്കുന്നത്, അസുഖം അറിയിക്കാന്. എനിക്കറിഞ്ഞൂടെ ഇതെല്ലാം അടവാ, പണിയെടുക്കാൻ കഴിയില്ലാത്തതിന്റെ അടവാന്ന്. എന്നോടാ തള്ളേന്റെ കളി. അതാണേ സമയാസമയം അങ്ങ് തിന്നാൻ കൊടുത്താൽ മതിയല്ലോ. ചുമയാ പനിയാ ക്ഷീണാന്ന് പറഞ്ഞ് അങ്ങ് കടന്നാ പോരെ ഞെളിഞ്ഞ്. ഇപ്പൊ ഞാൻ കടത്തുന്നുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം. ആരൊക്കെപ്പിക്കാനാ ഈ കിടന്ന് ചുമപ്പിക്കുന്നേ? നിങ്ങൾക്ക് എന്താ ഇപ്പത്തെ അസുഖം? ചുമയല്ല മോളെ, എനിക്ക് തീരെ വയ്യ, ശ്വാസം ഒന്നും കഴിച്ചൂടാ, എന്തല്ലോ തീരെ കയ്യല്ല. അതാ ഞാൻ തിന്നതെല്ലാം ചങ്കത്ത് കെട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ശ്വാസം ഒന്നും വലിച്ചൂടാത്ത. എന്താ പറഞ്ഞിട്ട് തിന്നുവാ വന്ന് കിടക്കുക, ഒരു മേലനങ്ങിട്ട് ഒരു പണി എടുക്കൂല. എപ്പോഴും ഇങ്ങനെ കടന്നിട്ടല്ലേ നിങ്ങൾക്ക് ക്ഷീണം? വയ്യാഞ്ഞിട്ടല്ലേ മോളെ, വയ്യെങ്കിൽ ഞാൻ എടുക്കൂലേ? കൊറേ എടുക്കും. പോയി ആ മുറ്റെല്ലാം അടിച്ചു വാരിക്കുക, എന്നാ നിങ്ങളുടെ ക്ഷീണം എല്ലാം പോകും. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടാ. തീരെ വയ്യ മോളെ, അതാ. വയ്യ, ആ മുറ്റം അങ്ങ് അടിച്ചിടുക, അപ്പൊ നിങ്ങളുടെ എല്ലാ വൈകാരിക അങ്ങ് പോകും. ആ തിന്നതെല്ലാം ദഹിക്കുമ്പോ തന്നെ നിങ്ങളുടെ ക്ഷീണവും മാറും. സ്ഥലം വിളിക്കുന്നു. 2 ദിവസമായി മോളെ, എന്റെ പ്രഷറിന്റെ ഗുളിക തീർന്നിട്ട് എനിക്ക് വല്ലാണ്ട് തല ചുറ്റുന്നു. എന്നെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. എനിക്കൊന്നാവൂലേ ഈ മയത്ത് നിങ്ങളെ ഓട്ടോറിക്ഷയിലും പിടിച്ച് വലിച്ചു തനിച്ച് കൊണ്ടുപോകാൻ? എന്നെ കൊണ്ടൊന്നാവൂല. എനിക്ക് തല കറങ്ങിയിട്ട് നിൽക്കാനാകുന്നില്ല മോളെ, അതാ എന്നോട് പറയുന്നത്. എനിക്കാവൂലേ? നിങ്ങൾ മോനോട് പറയത്തില്ലായിരുന്നു നിങ്ങളുടെ പ്രഷറിന്റെ ഗുളിക എല്ലാം കൊണ്ടുതരാ? ഓനെന്നെ നല്ലോണം നോക്കും, ഓനോട് പറഞ്ഞിട്ടുണ്ടെ കൊണ്ടുതരുവാ. ഓനോട് ഞാൻ പറഞ്ഞിട്ടില്ല, അതാ. എന്നാ നിങ്ങളുടെ പുന്നാര മോൻ വരൂ. ഞങ്ങളെക്കാളും എന്റെ മോനെക്കാട്ടില് നിങ്ങളെ പുന്നാര അമ്മ എന്ന് പുന്നരിച്ച് നടക്കുന്നല്ലേ. എന്നാ മോൻ 2 ദിവസം കഴിയുമ്പോ ഇങ്ങ് വരും. അന്നേരം മോനോട് അന്നേരം അങ്ങ് പോയാൽ മതി ആശുപത്രിയില്. തീരെ വയ്യാഞ്ഞിട്ടല്ലേ മോളെ എന്നോട് പറയുന്നത്? തീരെ വയ്യ അമ്മക്ക്, അതല്ലേ. ഞാൻ എന്തായാലും ആശുപത്രി കൊണ്ടുപോകില്ല, എനിക്കോട്ട് ആവുകയില്ല. നിങ്ങളെ ഒന്നും പിടിച്ചോണ്ട് വരാനൊന്നും എനിക്കാവൂല, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് നിങ്ങൾക്കല്ല. ഞാൻ പോലില്ല. പൂങ്കണ്ണീരും എടുത്ത് പോകുന്നു. പിന്നെ ഇത് നിങ്ങളുടെ പുന്നാര മോനോട് പറയാൻ നിക്കണ്ട. നിങ്ങളുടെ പുന്നാര മോൻ 2 ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങ് പോകും. പിന്നെ എന്റെ കൂടെയാ നിക്കുന്നേ. അന്നേരം കാണിച്ചു തരാം ഞാൻ നിങ്ങളാ. എനക്കൊന്നും കേൾക്കാത്ത ഇനി ഇടയിലും വീണാ, ഇനി അതും ചുമന്നോണ്ട് പോണ്ട വരുന്നേ. അല്ല നിങ്ങളെപ്പാ വന്ന്? ഞാൻ അമ്മേനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് വരുന്നു. ഞാൻ തിരിച്ചു വരുമോ ഇന്നെ ഇവിടെ കണ്ടുപോറ് കേട്ടുക, പറഞ്ഞെന്ന് വേണ്ട.